Hi everyone, welcome back to my channel economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ദ ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂൾ. The Orthodox Keynesian school refers to economists who accepted the original ideas of John Maynard Keynes, especially as presented in his book The General Theory of Employment, Interest and Money, published in 1936. ജോൺ മെനാർഡ് കെയ്ൻസിൻ്റെ സാമ്പത്തിക ആശയങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഇക്കോണമിസ്റ്റുകളാണ് ദ ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂളിൽ ഉൾപ്പെടുന്നത്. ജെ.എം. കെയ്ൻസിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അത് പ്രസിദ്ധീകരിക്കുന്നത് 1936 അപ്പോൾ ഈ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓർത്തഡോക്സ് കെയ്നീഷ്യൻസ് emphasized the role of aggregated demand in determining output and employment, particularly in the short run. ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് എന്നിവ നിർണ്ണയിക്കുന്നതിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ റോളിനാണ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻസ് ഊന്നൽ നൽകുന്നത്. They advocated for active fiscal policy to mitigate business cycle. ബിസിനസ് സൈക്കിൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടി ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കാമെന്നും അവർ പറയുന്നു. ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ഇക്കോണമിസ്റ്റുകളാണ് റോയ് ഹാരോഡ്, എഫ്.സി. ഡോമർ, ആൽവിൻ എച്ച്. ഹാൻസൺ, ജെയിംസ് ടോബിൻ ആൻഡ് പോൾ സാമുവൽസൺ. ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ഷെയർഡ് ബൈ ദീസ് ഇക്കോണമിസ്റ്റ്. നമുക്ക് പഠിക്കാനുള്ളത് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ പോയിന്റ്, ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ഷോർട്ട് റൺ ഈസ് ഡിറ്റർമിൻഡ് ബൈ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഷോർട്ട് റണ്ണിൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് എന്നിവ തീരുമാനിക്കുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡാണ്. The authorities can intervene to influence the level of aggregate effective demand to ensure a more rapid return to full employment. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്, അതുപോലെ കേന്ദ്ര ബാങ്ക് തുടങ്ങിയ ഏജൻസികൾ അല്ലെങ്കിൽ അതോറിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടപെടാൻ കഴിയും. എപ്പോഴാണ് അവർ ഇടപെടുന്നത്? സമ്പദ് വ്യവസ്ഥയെ തിരിച്ച് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തിക്കേണ്ട സാഹചര്യം വരുമ്പോഴാണ് അവർ ഇടപെടുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ദ ഇക്കോണമി ഈസ് നോട്ട് സെൽഫ് അഡ്ജസ്റ്റിംഗ്. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്വയം ക്രമീകരിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. The economy will take a long time to ensure full employment after being subjected to some disturbances. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ച് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് സമയം ആവശ്യമായിട്ട് വരും. ഉദാഹരണം, യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്പദ് വ്യവസ്ഥയെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. വീണ്ടും അതിന് ആ ഒരു സ്റ്റേബിളായിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കണമെങ്കിൽ എന്താണ്? ഒരുപാട് സമയം ആവശ്യമാണ്. മൂന്നാമത്തെ പോയിന്റ്, ദ ഇക്കോണമി ഈസ് ഇൻഹെറൻ്റ്ലി അൺസ്റ്റേബിൾ ആൻഡ് ഈസ് സബ്ജക്റ്റ് ടു ഇറാറ്റിക് ഷോക്സ്. ഒരു സമ്പദ് വ്യവസ്ഥ എപ്പോഴും അസ്ഥിരമായിരിക്കും, അതുപോലെ തന്നെ അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഇറാറ്റിക് ഷോക്സ് ഉണ്ടായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെയാണ് ഇറാറ്റിക് ഷോക്സ് എന്ന് പറയുന്നത്. ദീസ് ഷോക്സ് ആർ ആട്രിബ്യൂട്ടഡ് പ്രൈമർലി ടു ചേഞ്ചസ് ഇൻ ദി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി എന്താണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ലാഭം, എക്സ്പെക്റ്റഡ് പ്രോഫിറ്റിനെയാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് മാർജിനൽ എഫിഷ്യൻസിയിൽ മാറ്റമുണ്ടാകുന്നത്? ഫോളോയിങ് എ ചേഞ്ചസ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ബിസിനസ് കോൺഫിഡൻസ്. ബിസിനസ് കോൺഫിഡൻസിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആ മാറ്റങ്ങൾ സമ്പദ് വ്യവസ്ഥയിൽ ഷോക്സ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. നാലാമത്തെ പോയിന്റ്, ഫിസ്ക്കൽ പോളിസി ഈസ് പ്രിഫേർഡ് ടു മോണിറ്ററി പോളിസി ആസ് എ ടൂൾ ഓഫ് സ്റ്റെബിലൈസിംഗ് ദ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയെ സ്ഥിരമാക്കി നിർത്തുന്നതിന് വേണ്ടി ഫിസ്ക്കൽ പോളിസിയും അതുപോലെ മോണിറ്ററി പോളിസിയും ഉപയോഗിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂൾ ഏതിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഫിസ്ക്കൽ പോളിസിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ടാക്സസ് ആർ പവർഫുൾ ടൂൾസ് ടു മാനേജ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിനെ മാനേജ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ഉപകരണങ്ങളാണ്. ഒന്ന് ഗവൺമെൻറ് സ്പെൻഡിങ്, ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ. രണ്ടാമത്തത് ടാക്സേഷൻ അല്ലെങ്കിൽ നികുതികൾ. ഡ്യൂറിംഗ് ദ ബൂം ഫേസ് ഓഫ് എ ബിസിനസ് സൈക്കിൾ, ദ ഗവൺമെൻറ് കുഡ് റെഡ്യൂസ് ഡിമാൻഡ് ബൈ റൈസിംഗ് ടാക്സസ് ഓർ ബൈ റെഡ്യൂസിംഗ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഒരു സമ്പദ് വ്യവസ്ഥ ബിസിനസ് സൈക്കിളിൻ്റെ ബൂം ഫേസിലാണെന്ന് വിചാരിക്കാം. ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഡിമാൻഡ് കുറയ്ക്കണം. ഡിമാൻഡ് കുറയ്ക്കാൻ രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കാം. ഒന്നുകിൽ ടാക്സ് വർദ്ധിപ്പിക്കണം, അതല്ലെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കണം.
The government could avoid a recession by increasing government expenditure or by reducing tax rate. അതുപോലെ ഗവൺമെൻറ്റിന് റിസഷൻ ഒഴിവാക്കാൻ കഴിയും. എങ്ങനെ റിസഷൻ ഒഴിവാക്കുന്നത്? ഒന്നെങ്കിൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടണം, അതല്ലെങ്കിൽ ടാക്സ് റേറ്റ് കുറയ്ക്കണം. ദസ് കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി ഈസ് എസെൻഷ്യൽ ടു സ്റ്റെബിലൈസ് ദ ഇക്കോണമി. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസിയാണ് ഗവൺമെൻറ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂൾ അഭിപ്രായപ്പെടുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, പ്രൈസസ് ആൻഡ് വേജസ് ആർ സ്റ്റിക്കി ലീഡിങ് ടു അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രിവെൻറ്റ് ദ ഇക്കോണമി ഫ്രം സെൽഫ് കറക്റ്റിംഗ്. ഇനി ഇവിടെ പറയുന്നത് പ്രൈസും വേജസ് എന്താണ്? അത് സ്ഥിരമായി നിൽക്കുന്ന ഘടകങ്ങളാണ്. അപ്പം അങ്ങനെ പ്രൈസും വേജസും സ്ഥിരമാകുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? സമ്പദ് വ്യവസ്ഥയ്ക്ക് സ്വയം അതിനെ കറക്റ്റ് ചെയ്യാനും കഴിയില്ല. ദിസ് ജസ്റ്റിഫൈസ് ദ നീഡ് ഫോർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ ഇക്കോണമി. അതുകൊണ്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വേണമെന്ന് ഈ ഇക്കോണമിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പം ഇതാണ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട 5 ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങൾ. ഇനി അടുത്ത ടോപ്പിക്കാണ് ദ സെൻട്രൽ പ്രൊപ്പോസിഷൻസ് ഓഫ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ എക്കണോമിക്സ്. ഓർത്തഡോക്സ് കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ സെൻട്രൽ പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? First proposition, modern industrial capitalist economies are subject to severe recessions that are primarily caused by a deficiency of aggregate demand. ഇവിടെ പറയുന്ന സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എന്തൊക്കെയാണ്? ഒന്ന് മോഡേൺ ആണ്, ഇൻഡസ്ട്രിയൽ വ്യവസായവൽകൃത സമ്പദ് വ്യവസ്ഥകളാണ്, ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ഈ സവിശേഷതകളൊക്കെ ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥ എപ്പോഴും എന്തിന് വിധേയമായിരിക്കും? റിസഷന് വിധേയമായിരിക്കും. ഇവിടെ റിസഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡിലുണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ് അല്ലെങ്കിൽ കുറവാണ്. Recession should be viewed as undesirable departures from full employment equilibrium that are generally caused by demand shocks rising from both real and monetary factors. ഇവിടെ റിസഷൻ എങ്ങനെയാണ് കാണുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ മാറ്റമായിട്ടാണ് കാണുന്നത്. ഇനി ഈ ഒരു ഡീവിയേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? റിയൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ മോണിറ്ററി ഫാക്ടേഴ്സിൽ നിന്നും ഉണ്ടാകുന്ന ഡിമാൻഡ് ഷോക്സ് ആണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രൊപ്പോസിഷൻ. സെക്കൻഡ് പ്രൊപ്പോസിഷൻ, ഇൻ ദ കെയ്നീഷ്യൻ റെജീം അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ഡിമാൻഡ് കൺസ്ട്രെയിൻഡ്. അപ്പോൾ കെയ്ൻസിൻ്റെ ആശയങ്ങളിൽ അഗ്രിഗേറ്റ് എക്കണോമിക് ആക്ടിവിറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഡിമാൻഡ് ഫാക്ടേഴ്സ് ആണ്. ഇൻ ദി ക്ലാസിക്കൽ റെജീം ഔട്ട്പുട്ട് ഈസ് സപ്ലൈ കൺസ്ട്രെയിൻഡ് ആൻഡ് ഇൻ ദിസ് സിറ്റുവേഷൻ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ക്ലാസിക്കൽ തിയറിയിൽ ഔട്ട്പുട്ടിനെ നിർണ്ണയിക്കുന്നത് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ടാണ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന ഒരു നിയമത്തിലേക്ക് അവർ എത്തിയത്. ഓർത്തഡോക്സ് കെയ്നീഷ്യൻസ് ബിലീവ്സ് ദാറ്റ് ആൻ ഇക്കോണമി ക്യാൻ ബി ഇൻ എയ്തർ ഓഫ് 2 regimes. ഓർത്തഡോക്സ് കെയ്നീഷ്യൻ ഇക്കണോമിസ്റ്റുകൾ എന്താ പറയുന്നത്? സമ്പദ് വ്യവസ്ഥ ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. ഡിമാൻഡിലാണെന്നോ സപ്ലൈയിലാണെന്നോ പറയുന്നില്ല. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിലായിരിക്കും എന്നാണ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ ഇക്കോണമിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, അൺഎംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ഈസ് എ മേജർ ഫീച്ചർ ഓഫ് ദി കെയ്നീഷ്യൻ റെജീം. കെയ്ൻസിൻ്റെ തിയറിയിലെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ലേബേഴ്സിനിടയിൽ വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ്. ആൻഡ് എ മേജർ പാർട്ട് ഓഫ് ദാറ്റ് എംപ്ലോയ്മെൻറ്റ് ഈസ് ഇൻവോളണ്ടറി. ഇനി അങ്ങനെ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റ് തന്നെ എന്തായിരിക്കും? ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ആയിരിക്കും. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ സിറ്റുവേഷൻ where those who are willing to work at the prevailing wage rate are not able to find work. അതായത് നിലവിലുള്ള വേതന നിരക്കിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടും ജോലി കിട്ടാത്ത സാഹചര്യത്തിനെയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് പ്രൊപ്പോസിഷൻ, എ മാർക്കറ്റ് ഇക്കോണമി ഈസ് സബ്ജക്റ്റ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസസ്. ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് എന്നിവ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ദ ഇക്കോണമി ക്യാൻ ബി സ്റ്റെബിലൈസ്ഡ് ബൈ യൂസിങ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസിയോ അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയോ ഉപയോഗിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത കൊണ്ടുവരാം. ദീസ് മാക്രോ എക്കണോമിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ടു റിയൽ എക്കണോമിക് ഗോൾ സച്ച് ആസ് റിയൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. റിയൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എക്കണോമിക് ഗോൾസ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാം. ഇനി അഞ്ചാമത്തെ പ്രിപ്പോസിഷൻ, ഇൻ മോഡേൺ ഇൻഡസ്ട്രിയൽ ഇക്കോണമീസ് പ്രൈസസ് ആൻഡ് വേജസ് ആർ നോട്ട് പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ.
മോഡേൺ ഇൻഡസ്ട്രിയൽ ഇക്കോണമിയിൽ വേജ്, പ്രൈസ് എന്നിവ പൂർണ്ണമായിട്ടും ഫ്ലെക്സിബിൾ അല്ല. ദ സ്റ്റിക്കിനെസ് ഇൻ പ്രൈസസ് ആൻഡ് വേജസ് വിൽ ഹാവ് ദെയർ ഗ്രേറ്റസ്റ്റ് ഇമ്പാക്റ്റ് ഇൻ ദ ഷോർട്ട് റൺ ഓൺ റിയൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് റാദർ ദാൻ ഓൺ നോമിനൽ വേരിയബിൾസ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രൈസ്, വേജ് എന്നിവ സ്ഥിരമായി നിൽക്കുമ്പോൾ ഷോർട്ട് റണ്ണിൽ റിയൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ ഫാക്ടേഴ്സിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നോമിനൽ വേരിയബിൾസിനേക്കാൾ കൂടുതൽ റിയൽ ഫാക്ടേഴ്സിലാണ് ഇവയുടെ സ്വാധീനം കാണാൻ കഴിയുക. ദിസ് സ്റ്റിക്കിനെസ് പ്രിവെൻറ്റ് ദ ഇക്കോണമി ഫ്രം റീച്ചിങ് ഫ്രം ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. ഇത്തരത്തിൽ പ്രൈസ്, വേജ് എന്നിവ സ്ഥിരമായി നിൽക്കുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്നു. ആറാമത്തെ പ്രപ്പോസിഷൻ, ബിസിനസ് സൈക്കിൾ റെപ്രസെൻറ്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഔട്ട്പുട്ട് വിച്ച് ആർ അൺഡിസൈറബിൾ ഡീവിയേഷൻ ബിലോ ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ട്രെൻഡ് പാത്ത് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെയാണ് ബിസിനസ് സൈക്കിൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഡീവിയേഷനാണ്. ഒരു സമ്പദ് വ്യവസ്ഥ ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നുള്ള ഡീവിയേഷനായിട്ടാണ് ഇത്തരം ഫ്ലക്ച്വേഷൻസിനെ കണക്കാക്കുന്നത്. ബിസിനസ് സൈക്കിൾ ആർ നോട്ട് സിമെട്രിക്കൽ ഫ്ലക്ച്വേഷൻസ് അറൗണ്ട് ദ ട്രെൻഡ്. ഇനി ബിസിനസ് സൈക്കിളിലെ ഫ്ലക്ച്വേഷൻസ് സിമെട്രിക്കൽ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? റിസഷൻ ഉണ്ടാകുന്നത് പെട്ടെന്നായിരിക്കും, പക്ഷേ അതിന് തിരിച്ചു വരുന്ന റിക്കവറി സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പതുക്കെയായിരിക്കും. ഉദാഹരണം കോവിഡിൻ്റെ സമയത്ത് സമ്പദ് വ്യവസ്ഥ വളരെ പിന്നോട്ട് പോയ സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 2 വർഷത്തോളം എടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യത്തിനെയാണ് നോട്ട് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ പ്രൊപ്പോസിഷൻ, ദ പോളിസി മേക്കേഴ്സ് ഹു കൺട്രോൾ ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഫേസ് എ നോൺ ലീനിയർ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദി ഷോർട്ട് റൺ. ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോളിസി മേക്കേഴ്സിന് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഷോർട്ട് റണ്ണിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ട്രേഡ് ഓഫ് നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ എന്ന് പറയാനുള്ള കാരണം അവർ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം വേഴ്സാവും. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കും. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വിചാരിക്കുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. ആ സിറ്റുവേഷനെയാണ് നോൺ ലീനിയർ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. എട്ടാമത്തെ പ്രപ്പോസിഷൻ, സം കെയ്നീഷ്യൻസ് സപ്പോർട്ടഡ് ദ ടെമ്പററി യൂസ് ഓഫ് ഇൻകം പോളിസി ആസ് ആൻ അഡീഷണൽ പോളിസി ഇൻസ്ട്രുമെൻറ്റ് നെസസറി ടു ഒബ്റ്റെയിൻ ദ സൈമൾട്ടേനിയസ് അച്ചീവ്മെൻറ്റ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി. ഒരേ സമയം ഫുൾ എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി എന്നിവ നേടിയെടുക്കുന്നതിന് വേണ്ടി മോണിറ്ററി പോളിസി അതുപോലെ ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കാം. അതിനോടൊപ്പം ഏതുകൂടി ഉപയോഗിക്കാം? താൽക്കാലികമായിട്ട് ഇൻകം പോളിസി ഉപയോഗിക്കാം എന്നാണ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂളിലെ എക്കോണമിസ്റ്റുകൾ പറയുന്നത്. നയൻത്ത് പ്രപ്പോസിഷൻ, കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഷോർട്ട് റൺ പ്രോബ്ലംസ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി ഇൻ ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ്. ഔട്ട്പുട്ടിലും എംപ്ലോയ്മെൻറ്റിലും ഉണ്ടാകുന്ന അസ്ഥിരത പോലെയുള്ള ഹ്രസ്വകാല പ്രശ്നങ്ങൾക്കാണ് കെയ്നീഷ്യൻ എക്കണോമിക്സിൽ കൂടുതൽ പരിഗണന നൽകുന്നത്. ആൻഡ് ഡസ് നോട്ട് അപ്ലൈ ടു ദി ലോങ് റൺ ഇഷ്യൂസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് പോലെയുള്ള ദീർഘകാല പ്രശ്നങ്ങളിൽ കെയ്ൻസിൻ്റെ തിയറി അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്രയാണ് ഓർത്തഡോക്സ് കെയ്നീഷ്യൻ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട പ്രപ്പോസിഷൻസ് വരുന്നത്. ഈ ടോപ്പിക്കോട് കൂടി 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.